ഈ യുദ്ധത്തിൽ അങ്ങയുടെ സാമർത്ഥ്യത്തിന്റെ പ്രദർശനമല്ല അരങ്ങേറുന്നത്, മറിച്ച് അങ്ങയുടെ ബലഹീനതയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങ് സമർത്ഥനായിരുന്നുവെങ്കിൽ സ്വന്തം പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും പ്രാണനെടുക്കുന്നതിന് പകരം സ്വന്തം പ്രാണൻ പരിത്യജിക്കുമായിരുന്നു. നമ്മുടെ സ്വന്തം ധർമ്മത്തിൽ ബന്ധിതനാണ് വാസുദേവ. ധർമ്മം മുക്തിയിലേക്കുള്ള മാർഗമാണ്. അങ്ങയെ ബന്ധിക്കുന്ന രീതിയിലുള്ള ധർമ്മം ഏതെന്ന് പറഞ്ഞാലും ഇതിന്റെ നാമം ഒരിക്കലും ധർമ്മം എന്നല്ല. യഥാർത്ഥത്തിൽ ഇതൊരു പാശമാണ്, ഇതൊരു തരം ചങ്ങലയാണ്. നമ്മുടെ ധർമ്മത്തെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കാതിരുന്നാലും വാസുദേവ, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷണം പോലും നാം അധർമ്മം പ്രവർത്തിച്ചിട്ടില്ല. സ്വന്തം പിതാവിന് നൽകിയ പ്രതിജ്ഞ പാലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഇതുവരെയും നാം പ്രവർത്തിക്കുകയായിരുന്നു വാസുദേവ. അങ്ങയുടെ വ്യക്തിപരമായ ധർമ്മത്തിന് വേണ്ടി സമസ്ത പ്രപഞ്ചത്തെയും ആപത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു. ഇത് സ്വഭാവത്തിന്റെ ശക്തിയാണെന്ന് നാം പറയുകയില്ല. സ്വഭാവ മഹിമയുള്ളവർ ഓരോ നിമിഷവും മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അങ്ങയുടെ വ്യക്തിത്വം തന്നെ മിഥ്യയാണ്, മാത്രമല്ല അങ്ങയുടെ ധർമ്മവും മിഥ്യയാണ്. വാസുദേവ, അങ്ങ് മര്യാദകൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം അങ്ങയെ ബഹുമാനിക്കുന്നുണ്ട് വാസുദേവ. എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ധർമ്മത്തെ മിഥ്യയാണെന്ന് പറയുവാൻ അങ്ങേക്ക് യാതൊരുവിധ അധികാരങ്ങളുമില്ല. നമ്മുടെ ധർമ്മം സത്യമാണ്. ആയതിനാൽ നമ്മെ ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല, ഒരിക്കലുമില്ല. നമുക്കങ്ങയെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ഈ ക്ഷണം തന്നെ അങ്ങയെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും മഹാമയൻ ഭീഷ്മരെ. നമ്മുടെ ക്രോധാഗ്നി വർദ്ധിപ്പിക്കുവാൻ പ്രയത്നിക്കാതിരുന്നാലും അഗ്നിയുടെ താപത്തിൽ നശിക്കാത്ത വസ്തുക്കളൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. ഈ പ്രപഞ്ചത്തിലെ പ്രതിജ്ഞകളെയും ശപഥങ്ങളെയും ആശീർവാദങ്ങളെയും എല്ലാം നമുക്ക് മിഥ്യയാക്കുവാൻ സാധിക്കുന്നതാണ്. സൃഷ്ടിയുടെ സൗഖ്യത്തിലും വിധിയുടെ പദ്ധതികളിലും അങ്ങൊരു തടസ്സമായി നിൽക്കുകയാണ് മഹാമയൻ. അങ്ങിപ്പോൾ ഇവിടെ അങ്ങയുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നാം തീർച്ചയായും അങ്ങയെ വധിക്കുന്നതായിരിക്കും. यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्. അങ്ങയെ വധിക്കുന്നതിന് നമുക്ക് ഏതെങ്കിലും ആയുധങ്ങളുടെ ആവശ്യകതയുമില്ല. ഈ രഥത്തിന്റെ ചക്രം ഉപയോഗിച്ച് നമുക്ക് അങ്ങയെ വധിക്കുവാൻ സാധിക്കും. നമ്മുടെ അസ്ത്രങ്ങൾ അങ്ങയുടെ നേർക്ക് പതിക്കാത്തതിന്റെ കാരണം എന്താണ് വസുദേവ? വാസുദേവ കൃഷ്ണനല്ല, നാം യദുവംശജനുമല്ല, നാം മനുഷ്യനുമല്ല, നാം പരബ്രഹ്മമാണ് ഗുരുശ്രേഷ്ഠ. നാം തന്നെ സത്യവും ജ്ഞാനവും ധർമ്മവുമാകുന്നു. നമ്മുടെ അനുമതി അനുസരിച്ചാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ അനുവാദത്തോടെയാണ് അങ്ങ് ജീവിക്കുന്നത്. നമ്മുടെ അനുമതിയോടെ തന്നെ അങ്ങ് മൃത്യു പ്രാപ്തമാക്കുകയും ചെയ്യും. നമ്മോട് ക്ഷമിച്ചാലും വാസുദേവ,
നമുക്കങ്ങയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയുകയില്ല. അങ്ങയ്ക്ക് തീർച്ചയായും നമ്മെ വധിക്കുവാൻ കഴിയും. എന്നാൽ അങ്ങ് നമ്മെ വധിക്കുന്നതിന് വേണ്ടി സ്വന്തം പ്രതിജ്ഞ ലംഘിക്കുവാൻ പോലും തയ്യാറായിരിക്കുകയാണ്. നാം തീർച്ചയായും എന്തെങ്കിലും ദോഷം പ്രവർത്തിച്ചിട്ടുണ്ടാവും. നാം പ്രവർത്തിച്ച ദോഷം എന്താണ് വാസുദേവ? പറഞ്ഞാലും. അജ്ഞാനമാണ് അങ്ങയുടെ ദോഷം മഹാമയൻ. അങ്ങ് ധർമ്മത്തിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുവാൻ പോലും ഒരിക്കലും പ്രയത്നിച്ചിരുന്നില്ല. കരുണയുടെ ഛത്രത്തിന് ചുവടെ സമസ്ത പ്രപഞ്ചവും സംഘടിക്കുന്നതുവരെയും സമൂഹത്തിൽ എല്ലായിടത്തും ധർമ്മം അപൂർണമായി തുടരുന്നതാണ്. സ്വന്തം കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് അങ്ങ് എല്ലായ്പ്പോഴും ചിന്തിച്ചിരുന്നത്. പ്രപഞ്ചത്തിന്റെ നന്മയെക്കുറിച്ച് അങ്ങ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതിനാൽ അങ്ങയുടെ ത്യാഗവും സ്വാർത്ഥതയുടെ രൂപം തന്നെയാണ്. നാം നമ്മുടെ പിതാവിന്റെ സുഖത്തിനു വേണ്ടി രാജ്യാവകാശം ഉപേക്ഷിക്കുകയായിരുന്നു. ആജീവനാന്തം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുവാനും തീരുമാനിച്ചു. ഇതിൽ നമുക്ക് യാതൊരു സ്വാർത്ഥതയുമില്ല വാസുദേവ. ബ്രഹ്മചര്യം എന്ന പ്രതിജ്ഞയും രാജസിംഹാസനം പരിത്യജിക്കലും തീർച്ചയായും ഉത്തമമായ ത്യാഗങ്ങൾ തന്നെയാണ്. എന്നാൽ അങ്ങ് സമൂഹത്തിന് മുന്നിൽ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ പരിത്യജിച്ചത് എന്തിനാണ് മഹാമയൻ? ഒരു വംശത്തിൽ പരസ്പരം സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കുവാനും ഹസ്തിനപുരത്തിലെ സിംഹാസനത്തിന് വേണ്ടി യുദ്ധമുണ്ടാകാതിരിക്കുവാനും രാജ്യത്തെ നമ്മുടെ എല്ലാ പ്രജകൾക്കും ഹാനിയും സങ്കടങ്ങളും ഉണ്ടാവരുതെന്ന് കരുതിയുമാണ് നാം പ്രതിജ്ഞ ചെയ്തത് വാസുദേവ. അങ്ങേക്ക് ചുറ്റും ദൃഷ്ടി പതിപ്പിച്ചാലും മഹാമയൻ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങയുടെ പ്രതിജ്ഞ ഈ വിപ്ലവത്തെ, ഇവിടെ നടക്കുന്ന ഈ യുദ്ധത്തെ തടഞ്ഞില്ലല്ലോ. ചിന്തിച്ചാലും മഹാമയൻ, അങ്ങ് സ്വന്തം പ്രതിജ്ഞയെ ധർമ്മമെന്ന് മാനിച്ചു. അത് യഥാർത്ഥ ധർമ്മമായിരുന്നുവെങ്കിൽ ഈ മഹായുദ്ധം അരങ്ങേറുകയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ധർമ്മം ഒരു മൃതസമാനമായ ചിന്തയുടെ നാമമല്ല, ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിന്റെ നാമവുമല്ല. ധർമ്മം എന്നാൽ ജീവിതം എന്നാണ് അർത്ഥം. ജീവിതം നിരന്തരം പരിവർത്തനപ്പെടുന്നതായിരിക്കും. പരിവർത്തനം എന്നത് ജീവിതത്തിന്റെ ഗുണമാണ്. പരിവർത്തനത്തിന് വേണ്ടി മനുഷ്യർക്ക് കർമ്മങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നു. അങ്ങ് കർമ്മം തന്നെ പരിത്യജിച്ചിരിക്കുകയാണ് മഹാമയൻ. എന്നാൽ നാം ജീവിതത്തിന്റെ ഓരോ ചുവടുവയ്പ്പുകളിലും ഉചിതമായ കർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ട് വാസുദേവ. ഇല്ല മഹാമയൻ. ഈ ജന്മത്തിൽ അങ്ങ് കർമ്മബന്ധനത്തിൽ ബന്ധനസ്ഥനാകാത്തതിനാൽ യഥാർത്ഥത്തിൽ അങ്ങ് യാതൊരു കർമ്മങ്ങളും നിർവഹിച്ചിട്ടേയില്ല. കർമ്മത്തിന്റെ അർത്ഥം നിർണയം സ്വീകരിക്കുക എന്നതാണ്. സ്വന്തം നിർണയങ്ങളുടെ ഫലങ്ങൾ അംഗീകരിക്കുകയും വേണം. എന്നാൽ അങ്ങ് എപ്പോഴാണ് നിർണയങ്ങൾ സ്വീകരിച്ചത് മഹാമയൻ? പാണ്ഡു മഹാരാജാവിന്റെ പട്ടാഭിഷേകത്തിനുള്ള നിർണയം സ്വീകരിച്ചത് അങ്ങായിരുന്നു. ജന്മന അന്ധനായ വ്യക്തിക്ക് രാജാവാകുവാനുള്ള യോഗ്യത ഉണ്ടാവുകയില്ല. അതിനാൽ നമ്മുടെ അഭിപ്രായം ജ്യേഷ്ഠ സഹോദരൻ പാണ്ഡുവിന്റെ പട്ടാഭിഷേകം നടത്തണമെന്നാണ്. ധൃതരാഷ്ട്ര മഹാരാജാവിന്റെയും ഗാന്ധാരി മഹാറാണിയുടെയും വിവാഹത്തിനുള്ള നിർണയം അക്ഷയതൃതീയയുടെ ശുഭമുഹൂർത്തത്തിൽ ധൃതരാഷ്ട്രകുമാരനും ഗാന്ധാര രാജ്യത്തിലെ രാജകുമാരി ഗാന്ധാരിയും തമ്മിലുള്ള വിവാഹം നടന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിനെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അങ്ങ് പ്രയത്നിച്ചില്ലല്ലോ മഹാമയൻ. കുമാരൻ ദുര്യോധനനെ ആക്രമിച്ച ഈ മുക്കുവ പ്രജകൾക്ക് മുൻപിൽ അങ്ങ് നീതി നിർവഹിച്ചാലും ഇവരുടെ എല്ലാം ശിരസ് ഛേദിക്കേണ്ടതാണ്. ഇത് അതിക്രമം തന്നെയാണ്. ആജ്ഞ നടപ്പിലാകട്ടെ. ചൂത് സഭയ്ക്കുള്ള നിർണയം, അവിടെ വെച്ച് പാഞ്ചാലിയെ അപമാനിക്കുന്നത് തടയാത്തതിലുള്ള നിർണയം. പിതാമഹ, സമസ്ത ആര്യവർത്തത്തിലും അങ്ങയുടെ കീർത്തി പ്രസിദ്ധമാണ്. അങ്ങ് ഗംഗാമാതാവിന്റെ പുത്രനാണ്. അങ്ങയുടെ സമക്ഷം ഈ അനീതി അരങ്ങേറുമ്പോൾ അങ്ങ് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ യുദ്ധത്തിനുള്ള നിർണയം അധർമ്മത്തിൽ ആണ്ടുപോയ ആര്യാവർത്തത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ യുദ്ധം അനിവാര്യമായിരിക്കുകയാണ്. സമസ്ത അധർമ്മങ്ങളും തടയുവാനുള്ള സാമർഥ്യം അങ്ങയുടെ പക്കൽ ഉണ്ടായിരുന്നു. അതിനുള്ള ശക്തിയും ഉണ്ടായിരുന്നു. എന്നിട്ടും അങ്ങയ്ക്ക് നിർണയങ്ങൾ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ മഹാമയൻ.
അങ്ങ് സ്വന്തം പ്രതിജ്ഞയിലും ശപഥങ്ങളിലും ബന്ധനസ്ഥനായിരുന്നു. നാം ഒരു സേവകനെ പോലെ സ്വന്തം ജീവിതം നയിക്കുന്നതായിരിക്കും. വാസ്തവത്തിൽ കർത്തവ്യത്തിന്റെ നാമത്തിൽ നിർണയം സ്വീകരിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും അങ്ങ് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ നിർണയങ്ങൾ സ്വീകരിച്ചാൽ ബന്ധനങ്ങൾ ഉണ്ടാവുകയില്ല വാസുദേവ? ബന്ധനത്തിൽ നിന്നും മുക്തി നേടുവാനുള്ള നിഷ്കാമ കർമ്മങ്ങളുടെ സിദ്ധാന്തം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അങ്ങയുടെ ജീവിതം ധർമ്മമയമാകുമായിരുന്നു മഹാമയൻ. ബന്ധനത്തിൽ നിന്നും മുക്തനാകുവാൻ അങ്ങ് കർമ്മമാർഗം പരിത്യജിച്ചത് എന്തിനായിരുന്നു? കർമ്മഫലങ്ങളും പരിത്യജിക്കുകയായിരുന്നു. മറ്റൊരു വ്യക്തിയുടെ ആജ്ഞയെ സ്വന്തം കർത്തവ്യമെന്ന് കരുതിയതിന് പകരം സ്വന്തം കർമ്മത്തെ കർത്തവ്യമെന്ന് കരുതിയിരുന്നുവെങ്കിൽ അങ്ങ് ബന്ധനത്തിൽ നിന്നും മുക്തനാകുമായിരുന്നു. വളരെ കാലം മുമ്പായിരുന്നു അങ്ങ് പ്രതിജ്ഞ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങയ്ക്ക് സമസ്ത ഭാവി കാര്യങ്ങളും അറിയാമായിരുന്നു. പരിതസ്ഥിതികൾ മാറിയിരിക്കുന്നു മഹാമയൻ. കാലത്തിനും പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങൊരിക്കലും അങ്ങയുടെ പ്രതിജ്ഞ ഉപേക്ഷിച്ചില്ല. പരിവർത്തനങ്ങൾ അംഗീകരിക്കുവാനും അങ്ങ് തയ്യാറായിരുന്നു. അതിന്റെ പരിണിത ഫലമായാണ് ഇന്നീ യുദ്ധം ഇവിടെ അരങ്ങേറുന്നത്. അപ്പോൾ വാസുദേവ, പ്രതിജ്ഞകൾക്ക് യാതൊരു മൂല്യവുമില്ലെന്നാണ്? തീർച്ചയായും ഉണ്ട്. സമസ്ത സമൂഹത്തിനും നേട്ടമുണ്ടാകും വിധത്തിലുള്ള പ്രതിജ്ഞകൾക്ക് തീർച്ചയായും മൂല്യമുണ്ടായിരിക്കും. ഇതിനു വിപരീതമായി മനുഷ്യരുടെ പ്രതിജ്ഞയും പലതരം നിർണയങ്ങളും സമസ്ത സമൂഹത്തിനും ഹാനികരമാണെങ്കിൽ ആ ക്ഷണം തന്നെ ഇത്തരം പ്രതിജ്ഞകൾ ലംഘിക്കേണ്ടത് അനിവാര്യമായിരിക്കും മഹാമയൻ. ഇന്നു പാണ്ഡവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാനുള്ള നിർണയം സ്വീകരിക്കുവാൻ അങ്ങയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആയുധങ്ങളെല്ലാം പരിത്യജിച്ചുകൊണ്ട് സ്വന്തം മൃത്യുവിനെ സ്വയം സ്വീകരിക്കേണ്ടതാണ്. ഇന്നു പാണ്ഡവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാനുള്ള നിർണയം സ്വീകരിക്കുവാൻ അങ്ങയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആയുധങ്ങളെല്ലാം പരിത്യജിച്ചുകൊണ്ട് സ്വന്തം മൃത്യുവിനെ സ്വയം സ്വീകരിക്കേണ്ടതാണ്. നാം എല്ലാം സ്വീകരിക്കുകയാണ് വാസുദേവ. അങ്ങ് ഇപ്പോൾ നൽകിയ ഈ മഹാജ്ഞാനം നമുക്ക് വളരെ മുൻപ് തന്നെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്രയും അന്യായങ്ങൾ സംഭവിക്കുകയില്ലായിരുന്നു. വാസുദേവ, ജീവിതത്തിൽ ലഭിച്ചില്ലെങ്കിലും അങ്ങ് നൽകിയ ജ്ഞാനം മൃത്യുവിൽ നമുക്ക് തീർച്ചയായും പ്രയോജനകരമായി തീരുന്നതാണ്. നമ്മെ വധിക്കുവാൻ കാശി രാജകുമാരി അംബ ശിഖണ്ഡിനിയുടെ രൂപത്തിൽ ജന്മമെടുത്തിട്ടുമുണ്ട്. രാജകുമാരിയെ നമ്മുടെ വധത്തിലൂടെ സന്തോഷിക്കുവാൻ അനുവദിച്ചാലും വാസുദേവ, നാം വാഗ്ദാനം നൽകുന്നു. വാസുദേവ, നാം ഇനി ആ കുമാരിയെ പ്രതീക്ഷിക്കുന്നതായിരിക്കും. രാജകുമാരി അംബ യുദ്ധം നടക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ സമക്ഷത്തിൽ എത്തിച്ചേരുന്ന ആ നിമിഷം തന്നെ നാം നമ്മുടെ സമസ്ത ആയുധങ്ങളും ത്യജിക്കുന്നതായിരിക്കും വാസുദേവ. ആ സമയം വരെ നാം ഹസ്തിനപുരത്തിലെ സൈനികരെ തീർച്ചയായും സംരക്ഷിക്കുന്നതായിരിക്കും. അതോടൊപ്പം അങ്ങയുടെ സൈന്യത്തിലെ സൈനികരെ നാം ഒരിക്കലും വധിക്കുകയുമില്ല. ഇത് നമ്മുടെ കർത്തവ്യവുമല്ല, മറ്റാരുടെയും ആജ്ഞയുമല്ല. ഇത് നമ്മുടെ നിർണയമാണ് വാസുദേവ.